Narayanan and this is Sims Education Center Malappuram. We are dealing with the paper, major paper 1, prose, 14th chapter, The Writing of History by Orwell. Orwell begins his essay, The Writing of History, by saying that even in simple incidents, facts are not always understood unquestionably. Orwell അദ്ദേഹത്തിൻ്റെ essay ആയിട്ടുള്ള റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററിയിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും എന്താ പറയുക, നമുക്ക് അത് സംശയാതീതമായിട്ട് മീൻസ് അതിനെക്കുറിച്ച് നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല എന്നാണ് പറയുന്നത്. ഓർവെൽ ഇല്ലസ്ട്രേറ്റ്സ് ദിസ് വിത്ത് എക്സാമ്പിൾ ഓഫ് സർ വാൾട്ടർ റാലി. അപ്പോൾ അദ്ദേഹം അതിന് ഒരു എക്സാമ്പിൾ പറയുന്നത് വാൾട്ടർ റാലിനെ വെച്ചിട്ടാണ്. When he was in Tower of London, he engaged his mind and time by writing a history of the world. അപ്പം അദ്ദേഹം ടവർ ഓഫ് ലണ്ടനിലായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സും സമയം എന്തിനു വേണ്ടി ചിലവഴിച്ചിരുന്നത്, നമ്മുടെ വേൾഡിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ച് എഴുതാനായിട്ട് ചിലവഴിച്ചിരുന്നത്. അപ്പം ഹി ഫിനിഷ്ഡ് ഫസ്റ്റ് വോളിയം ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് സെക്കൻഡ് വോളിയം. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് വോളിയം ഫിനിഷ് ചെയ്തിട്ട് സെക്കൻഡ് വോളിയം എഴുതാനായിട്ട് തുടങ്ങി. Then there was a fight between two workers right under his window. അപ്പോൾ ആ സമയത്താണ് രണ്ട് വർക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു ഫൈറ്റ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു ജനലിനപ്പുറം തന്നെയായിരുന്നു ഇത് നടക്കുന്നത്. No one could say that the exact cause of the quarrel. The second volume of history was abruptly stopped. Because Sir Walter Raleigh could not find the cause of the quarrel, the second volume of history was abruptly stopped. അപ്പോൾ എന്താണ് ഈ ഒരു ഫൈറ്റിനുള്ള കാരണം എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം കണ്ടെത്താനായിട്ട് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് അദ്ദേഹം സെക്കൻഡ് വോളിയം എഴുതുന്നത് അവിടെ നിർത്തി. He burned what he had written and gave up the project altogether. Orwell feels that Raleigh need not taken this extreme step. അപ്പോൾ എന്താ പറയുക വെച്ചാൽ അദ്ദേഹം എഴുതിയ എല്ലാം അദ്ദേഹം കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ഈ ഒരു മീൻസ് സെക്കൻഡ് വോളിയം ഓഫ് ഹിസ്റ്ററി എഴുതുന്നത് തന്നെ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഓർവെലിൻ്റെ അഭിപ്രായത്തിൽ വാൾട്ടർ റാലി ഇങ്ങനെ ചെയ്യരുതായിരുന്നു. മീൻസ് എന്താ പറയുക, രണ്ട് പേരുടെ ഇടയിലുള്ളൊരു ക്വാറലിന് മീൻസ് അതിനെ കണക്റ്റഡ് ആയിട്ട് നമ്മൾ ഹിസ്റ്ററി എഴുതുന്നത് നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. Until the First World War, broad facts like the Battle of Hastings and discovery of America could easily be ascertained. But today, all history writing has become mere propaganda. അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഇങ്ങനെ ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സിനെ കുറിച്ചും ഡിസ്കവറി ഓഫ് അമേരിക്കനെ കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്നത്തെ ഹിസ്റ്ററി റൈറ്റിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കടമ പോലെയാണ്. ഹിസ്റ്റോറിക്കൽ ട്രൂത്തായിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നുണകളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. A Nazi version of the present war will be totally different from the version of the Allies. Similarly, during the Spanish Civil War, Orwell knows that there was no substance in the fact that Russia has sent an army to Spain. When General Franco came to power, it suited his purpose to maintain that Russian army helped the Republican government. Thus, a lie has got into history as truth. അപ്പം ഒരു നാസി വേർഷൻ, ഇപ്പോഴത്തെ പ്രസൻറ്റ് യുദ്ധത്തിനെ കുറിച്ചുള്ള നാസി വേർഷൻ എന്താണ്, ഈ സഖ്യകക്ഷികളുടെ വേർഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ സ്പാനിഷ് സിവിൽ വാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് അറിയാം എന്താണ്, റഷ്യ ഒരു ആർമീനെയും സ്പെയിനിലേക്ക് വിട്ടിട്ടില്ല എന്ന്. പക്ഷേ ജനറൽ ഫ്രാങ്കോ പവറിലെത്തിയപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ എന്താണ് അവർ എന്താ പറയുക ഇങ്ങനെ പറയുന്നത് റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് അവർ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു നുണ എന്താണ് പിന്നീട് ഹിസ്റ്റോറിക്കൽ ട്രൂത്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. Similarly, German planes were busy fighting a war in Russia, but it was made to appear that German planes carried out air raids in London. If Hitler had won the war, the lie too would have been accepted as history. This shows that it is not true, but the winning side that writes history. അപ്പോൾ എന്താണ്, ഇപ്പോൾ ജർമ്മൻ പ്ലെയിൻസൊക്കെ വളരെ ബിസി ആയിരുന്നു റഷ്യയിലുള്ള യുദ്ധത്തിൻ്റെ സമയത്ത്. അപ്പോഴാണ് ജർമ്മൻ പ്ലെയിൻസ് എന്താണ് മീൻസ് ഇങ്ങനെ ലണ്ടനിലെ റെയ്ഡിന് പോയതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണ് ഹിറ്റ്ലർ ജയിക്കുകയായിരുന്നെങ്കിൽ ഈ നുണ കൂടെ ഹിസ്റ്ററിയിൽ വന്നേനെ. എന്ത് ഇത് സത്യമല്ല എന്താ പറയണത് പക്ഷേ എന്താണ് ഇതൊന്നും സത്യമല്ല, ജയിക്കുന്ന ആളുകൾ എഴുതുന്നതാണ് ഹിസ്റ്ററി. We see this has happened to the protocols of the elders of Zion. Whether Trotsky plotted against the Nazis or not is not a questionable point. In all these cases, Orwell argues that it is very difficult to get the correct answer
which one would be acceptable to the people all over the world? We have seen it happen in the protocols of the elders of Zion. Whether Trotsky plotted against Nazis or not is not a questionable point. അപ്പം എന്താ പറയുക, ഇപ്പം ഈ സിയോൺ ഇത് എന്താ പറയുക, നമ്മൾ ഈ സിയോണിലെ എൽഡേഴ്സിൻ്റെ പ്രോട്ടോകോൾസ് നോക്കുകയാണെങ്കിൽ, പെരുമാറ്റച്ചട്ടം നോക്കുകയാണെങ്കിൽ, മീൻസ് അതിൽ ട്രോട്സ്കി എന്താണ് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് നാസീസിനെതിരെ എന്ന് പറയുന്നത് മീൻസ് അത് എന്താണ് ഒരു ക്വസ്റ്റനബിൾ പോയിൻ്റ് അല്ല. അപ്പോൾ ഈ ഒരു കേസസിലൊക്കെ എന്താ പറയണത്, ഓർവെൽ ആർഗ്യൂ ചെയ്യുന്നത് എന്താണ്, കറക്റ്റ് ആൻസർ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അത് പറഞ്ഞാൽ എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓറൽ എന്ത് കൺക്ലൂഷനാണ് എത്തിയെന്ന് വെച്ചാൽ, ഹിസ്റ്ററി ജയിക്കുന്നവരെഴുതുന്ന ഹിസ്റ്ററി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും സത്യമായിക്കൊള്ളണമെന്നില്ല. ഓർവെൽ ആർഗ്യൂസ് ദാറ്റ് ഇൻ ദ ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ്സ്, അപ്പം എന്താ പറയുക, ഒരു സമഗ്രാധിപത്യ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ദ വെരി കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഈസ് അണ്ടർ ഫയർ. എന്താ പറയുക, സത്യം എന്ന് പറയുന്നത് തീക്കടിയിലാണ്. മീൻസ് അത് നമുക്ക് എന്താ പറയുക, അതിൽ നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ദേ ക്ലെയിം ടു കൺട്രോൾ നോട്ട് ഓൺലി ദ പാസ്റ്റ് ബട്ട് ഓൾസോ ദ ഫ്യൂച്ചർ. അവരെന്താണ് ചെയ്യുന്നത്, പാസ്റ്റിനെ മാത്രമല്ല ഫ്യൂച്ചറിനെ വരെ അവർ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഓർവെൽ ഡസ് നോട്ട് ഗിവ് അപ്പ് ഹോപ്പ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ കൈവിടുന്നില്ല. തിങ്സ് ആർ നോട്ട് സോ ബാഡ് ഇൻ ഇംഗ്ലണ്ട്. അദ്ദേഹം പറയുന്നത് ഇംഗ്ലണ്ടിലുള്ള അവസ്ഥ അത്രത്തോളം മോശമല്ല. ദ പ്രസ് ഇസ് നൗ ഫ്രീയർ ദാൻ വാട്ട് ഇറ്റ് വാസ് ബിഫോർ. പണ്ടുള്ളതിനേക്കാളും കുറച്ചുകൂടി ഫ്രീയർ ആണ് ഇന്നത്തെ പ്രസ് എന്ന് പറയുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് ഇസ് പെർമിറ്റഡ് ആൻഡ് ഈവൻ നോൺ പോപ്പുലർ ഒപ്പീനിയൻസ് ക്യാൻ ബി പബ്ലിഷ്ഡ്. അപ്പോൾ എന്താണ്, ഒരാൾക്ക് ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പോപ്പുലറായിട്ടുള്ള ആളുകൾ പറഞ്ഞതല്ലെങ്കിൽ പോലും നല്ല ഒപ്പീനിയൻസ് ആണെങ്കിൽ അതൊക്കെ ആക്സെപ്റ്റഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. വാർ റെസിസ്റ്റേഴ്സ് ആർ ട്രീറ്റഡ് ബെറ്റർ ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധ സമയത്തൊക്കെ വാറിനെ എതിർക്കുന്നവർക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു ഇതാണുള്ളത്. ഇറ്റ് മേ നോട്ട് ലാസ്റ്റ്, അപ്പോൾ അത് അവസാനിക്കുന്നില്ല. ഇറ്റ് ഈസ് എ ഹെൽത്തി സൈൻ. അപ്പോൾ അതൊരു നല്ലൊരു അടയാളമാണ്, നല്ലൊരു ഇതാണ്. ദ ഫ്യൂച്ചർ ഹിസ്റ്റോറിയൻ മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഡിസ്റ്റിങ്ക്വിഷ് ട്രൂ ഫാക്ട്സ് ഫ്രം ലൈസ്. അപ്പോൾ ഫ്യൂച്ചറിലുള്ള ആളുകൾ, ഹിസ്റ്റോറിയൻസ്, സത്യവും നുണയും തമ്മിലുള്ള വ്യത്യാസത്തെ മനസ്സിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിലെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ്. വാട്ട് അക്കോർഡിംഗ് ടു ഓർവെൽ ഇസ് എ ഫ്രൈറ്റനിങ് തിങ് അബൌട്ട് ടോട്ടാലിറ്റേറിയനിസം. അപ്പോൾ സമഗ്രാധിപത്യത്തിനെ കുറിച്ച് നമുക്ക് ഭയക്കേണ്ട ആ ഒരു കാര്യം എന്താണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു ഓർവെൽ, ടോട്ടാലിറ്റേറിയനിസം അറ്റാക്സ് ദ കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ട്രൂത്ത്. അദ്ദേഹം പറയുന്നത് ഈ സമഗ്രാധിപത്യം ഒബ്ജക്റ്റീവ് ട്രൂത്ത് എന്നുള്ള കൺസെപ്റ്റിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നതാണ്. ഇറ്റ് ക്ലെയിംസ് ടു കൺട്രോൾ ദ പാസ്റ്റ് ആൻഡ് ആസ് വെൽ ആസ് ദ ഫ്യൂച്ചർ. അത് നമ്മുടെ പാസ്റ്റിനെയും ഫ്യൂച്ചറിനെയും ഒരുപോലെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. How are historical facts twisted? As governments are powerful, they want history to be written so as to suit their purposes. For example, the history of World War has two versions, the British and the Nazis. Again, there was no Russian army in the Republican Spain in 1937. Still, when Franco won the war, the lie was accepted as a historical truth. അപ്പോൾ ഈ ഹിസ്റ്ററിക്കൽ ഫാക്ട്സിനെ എങ്ങനെയാണ് വളച്ചൊടിച്ച് കാണിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് വളരെ പവർഫുള്ളാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, എഴുതിയിട്ടുള്ള ഹിസ്റ്ററീനെ തന്നെ മാറ്റി എഴുതാം അവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള ഉദാഹരണമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് 2 വേർഷനുണ്ട്, ഒന്ന് ബ്രിട്ടീഷ് വേർഷനും ഒന്ന് നാസി വേർഷനും. അപ്പോൾ അതിൽ ഒരു റഷ്യൻ ആർമി റിപ്പബ്ലിക്കൻ സ്പെയിനിൽ 1937 ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫ്രാങ്കോ ജയിച്ചപ്പോൾ എന്താ പറഞ്ഞത്, അതൊരു ഹിസ്റ്ററിക്കൽ ട്രൂത്തായിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി 15ാമത്തെ ചാപ്റ്ററാണ് ബുക്ക് ഷോപ്പ് മെമ്മറീസ്. ഇതും നമ്മുടെ ജോർജ് ഓർവെലിൻ്റെ തന്നെ ഒരു എസ്സേ ആണ്. ബിഫോർ ഹി കുഡ് ഏൺ എ ലിവിങ് ആസ് എ റൈറ്റർ, ഓർവെൽ വർക്ക്ഡ് ആസ് എ പാർട്ട് ടൈം അസിസ്റ്റന്റ് ഇൻ എ ബുക്ക് ഷോപ്പ് for about a year. This gave him an opportunity to study not only about books but also about the type of people who visited the bookshop. In this essay, Orwell records his impressions of such people in a half humorous and half indulgent attitude. We also get a glimpse into his own tastes and habits of reading. അപ്പം ഈ ഓർവെല് ഒരു എഴുത്തുകാരനായിട്ട് പണം സമ്പാദിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അദ്ദേഹം എന്താണ്, ഒരു ബുക്ക് ഷോപ്പിൽ
1 വർഷക്കാലത്തോളം പാർട്ട് ടൈം അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് എന്താണ് പുസ്തകങ്ങളെക്കുറിച്ച് മാത്രമല്ല പഠിക്കാൻ കഴിഞ്ഞത്, പുസ്തകം വാങ്ങാൻ വരുന്ന ആളുകൾ എങ്ങനെയുള്ളവരാണെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു എസ്സേയിൽ അദ്ദേഹത്തിന് മീൻസ് അങ്ങനെ എന്താ പകുതി തമാശക്കാരനും അല്ലെങ്കിൽ പകുതി സന്തോഷവാനുമായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു ഇംപ്രഷൻ അദ്ദേഹത്തിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു എന്താ പറയുക മീൻസ് കുറച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ തന്നെ ടേസ്റ്റുകൾ, വായനയിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളെ കുറിച്ച് നമുക്ക് ഈ ഒരു എസ്സേയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. One of the most interesting things that Orwell noted was that really bookish people are very rare. അപ്പോൾ വളരെ ഇങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാരണം നമ്മൾ വിചാരിക്കും കുറേ പുസ്തക പുഴുക്കളൊക്കെ ഉണ്ടാവും, ഭയങ്കര പുസ്തകം വായന ഭയങ്കര ഇഷ്ടം അങ്ങനെയുള്ള, പക്ഷേ അങ്ങനെയുള്ള ആളുകൾ വളരെ ചുരുക്കമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. Even 10% of the people did not know the difference between a good book and a bad one. അപ്പോൾ ഒരു 10% ആളുകൾക്ക് പോലും എന്താണ് ഒരു നല്ല പുസ്തകവും ഒരു ചീത്ത പുസ്തകവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഓഫ് കോഴ്സ് ചാമിങ് ഓൾഡ് ജെന്റിൽമാൻ യൂസ് ടു ബ്രൗസ് എറ്റേണലി എമംഗ് ഹാഫ് ബൗണ്ട് വോളിയൂംസ്. അപ്പോൾ ഇങ്ങനെ ഓൾഡ് ആയിട്ടുള്ള ആളുകൾ മീൻസ് ഒരു ഇങ്ങനെ മീൻസ് ഈ ഒരു എന്താ പറയുക പശുക്കുട്ടികളെ മീൻസ് ആ ഒരു അങ്ങനത്തെ രീതിയിലുള്ള വോളിയൂംസ് വായിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഫസ്റ്റ് എഡിഷൻ സ്നോബ്സ് ആൻഡ് ഓറിയന്റൽ സ്റ്റുഡൻസ് ബാർഗൈനിങ് ഫോർ ചീപ്പ് textbooks and some women looking for birthday presents for their nephews were the commonest customers. അപ്പോൾ പറയണത് എന്താ വെച്ചാൽ ഇങ്ങനെ വളരെ അല്പന്മാരായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓറിയൻ്റൽ സ്റ്റുഡൻസും ഒക്കെ അതുപോലെ തന്നെ അവരുടെ ഇങ്ങനെ സ്ത്രീകൾ അവരുടെ നെഫ്യൂസിനൊക്കെ ബർത്ത്ഡേ പ്രസൻറ്റ്സ് കൊടുക്കാൻ അങ്ങനെയുള്ള ആളുകളാണ് അവിടുത്തെ കോമൺ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. Sometimes an old lady would look for a book for an invalid, while another old lady would ask for a copy of a nice book she read 30 years ago but whose name and author she did not remember. അപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുന്നത് എന്താണ്, അങ്ങനെ ഇല്ലാത്തൊരു പുസ്തകത്തിനെ കുറിച്ചായിരിക്കും. മറ്റൊരു സ്ത്രീ വരുന്നത് എന്താണ്, ഒരു നല്ലൊരു പുസ്തകം ഉണ്ടായിരുന്നു 30 വർഷം മുന്നേ വായിച്ചതാണ്, പക്ഷെ പേര് ഓർമ്മയില്ല, അതൊന്നും അറിയില്ല, പക്ഷെ ആ ഒരു ബുക്കിനെ അന്വേഷിച്ചിട്ടാവും വരിക. There was another group that would place orders but would never turn up to take delivery. Then there was persons in financial straits who wanted to sell off their old books. അപ്പം എന്താ പറയുക, ചിലർ ഓർഡർ തരും എന്നിട്ട് ബുക്കൊന്നും വാങ്ങില്ല. ചിലരെന്താ വെച്ചാൽ അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം അവരുടെ പഴയ പുസ്തകങ്ങൾ ഇവിടെ വിൽക്കാനായിട്ട് വരുന്നവരുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആളുകളെ അദ്ദേഹത്തിന് കാണാനായിട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. The bookshop in which Orwell worked has had a number of sidelines like the sale of second-hand typewriters, old stamps, sixpenny horoscopes, children's books and Christmas cards. They did a good deal of business in children's books, chiefly remainders. According to Orwell, most of the children's books were horrible, while good business was transacted during Christmas in selling cards and calendars. It was tiresome work. Christian feelings will be exploited. Touts from Christmas card firms would start visiting the shops from June. One of their invoices read 2 dozen infant Jesus with rabbits. അപ്പം ഈ ബുക്ക് ഷോപ്പിൽ തന്നെ വേറെ സൈഡ് ബിസിനസ്സുകളുണ്ട്. എന്താണ്, ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ടൈപ്പ് റൈറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്, ഓൾഡ് സ്റ്റാമ്പ് കൊടുക്കുന്നുണ്ട്, പിന്നെ 6 പെന്നിയുടെ ഹോറോസ്കോപ്പ്, ഇങ്ങനെ ഈ ജാതകക്കുറിപ്പ് മീൻസ് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ, ക്രിസ്മസ് കാർഡ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവിടെ ചിൽഡ്രൻസ് ബുക്കിനാണ് കൂടുതലായിട്ട് കച്ചവടം നടക്കുന്നത്. പിന്നെ ഓർവെൽ പറയണത് ആ ചിൽഡ്രൻസ് ബുക്ക് ഭയങ്കര ഹൊറിബിളാണെന്നാണ് പറയുന്നത്. പിന്നെ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ കാർഡ്സ് കലണ്ടേഴ്സൊക്കെയാണ് എല്ലാവരും കൂടുതലായിട്ട് വാങ്ങുക. അപ്പോൾ ആ സമയത്ത് നല്ല ജോലി ഭാരമൊക്കെ ഉണ്ടാവും. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തായി, പിന്നെ ക്രിസ്ത്യൻ ഫീലിങ്സ് വിൽ ബി എക്സ്പ്ലോയിറ്റഡ്, ക്രിസ്ത്യാനികളുടെ ഫീലിങ്സിനെയൊക്കെ എന്താണ് ചൂഷണം ചെയ്യുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ ടൗട്ട്സ് ഇങ്ങനെ എന്താ പറയുക, ഈ ഉപഭോക്താക്കളെയൊക്കെ പിടിക്കുക എന്ന് പറയില്ലേ, ഇപ്പോൾ ക്രിസ്മസ് കാർഡിൻ്റെ ഇതിൻ്റെയൊക്കെ. അപ്പം ഇങ്ങനെ ആളുകൾ പിടിക്കാൻ നോക്കുക, മീൻസ് മറ്റുള്ളവർ. അതുപോലെ തന്നെ
The main sideline was the two-penny no deposit lending, which consisted of 500 or 600 volumes, all fiction. Book thieves would borrow a book for 2 penny and sell it for a shilling in another shop. Booksellers also find it profitable to get stolen books at cheap rates. പിന്നെയുള്ളത് പറഞ്ഞാൽ 2 penny ഒരു ഡെപ്പോസിറ്റും ഇല്ലാതെ. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഒരു 500 or 600 വോളിയംസ് ഇങ്ങനെ കടമായിട്ട് വാങ്ങുക. അപ്പോൾ ബുക്ക് തീവ്സ് എന്താ ചെയ്യുക വെച്ചാൽ ഒരിടത്ത് നിന്ന് ബുക്ക് വാങ്ങും 2 pennyക്ക്, എന്നിട്ട് അത് 1 shillingന് മറ്റൊരു കടയിൽ വിൽക്കും. അപ്പോൾ ബുക്ക് വിൽക്കുന്ന ആൾക്കാർക്കും അത് മെച്ചമാണ്, കാരണം അതിങ്ങനെ ചെറിയ വിലയ്ക്ക് കിട്ടും, എന്നിട്ട് അവർക്ക് അത് വിൽക്കുകയും ചെയ്യാം. A cross-section of the London society had no interest in a wide collection of books written by Priestley, Hemingway, Walpole and Wodehouse, but the people preferred writers like Ethel M. Dell. Women read all types of novels, but men preferred detective stories. American books were not popular. അപ്പം എന്താണ് ഈ ലണ്ടൻ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തത് പ്രീസ്ലിയുടെ കളക്ഷനും ഹെമിംഗ്വേയുടെയും വാൾപോളിൻ്റെയും വോഡ്ഹൗസിൻ്റെയും കളക്ഷൻസൊന്നും അവർ വായിക്കാറില്ല. അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക എഥൽ എം ഡെല്ലിൻ്റെയാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ കൂടുതലായിട്ട് നോവൽസ് വായിക്കും, പക്ഷേ പുരുഷന്മാരൊക്കെ ഡിറ്റക്റ്റീവ് സ്റ്റോറീസാണ് വായിക്കുക. അതുപോലെ തന്നെ അമേരിക്കൻ ബുക്സ് ഒന്നും ഒട്ടും പോപ്പുലർ ആയിരുന്നില്ല. Orwell does not like to be a bookseller by profession, even though it is not difficult to set up a bookshop and thrive, especially if one were a book lover. Most bookshop owners are ignorant of the contents of the book they sold. There is no competition from bigger organizations, but the hours of work are long and it is an unhealthy life. അപ്പം എന്താ പറയുക, ഓർവെലിനൊരു ബുക്ക് സെല്ലർ എന്നുള്ള പ്രൊഫഷൻ ഇഷ്ടമല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് അദ്ദേഹം അങ്ങനെ എത്തുന്നത്. പിന്നെ എന്താണ്, അദ്ദേഹം പുസ്തകത്തിനോടൊരു ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പോൾ ഈ ബുക്ക് ഓണേഴ്സൊക്കെ എന്താണ് ഇതിലെ കണ്ടൻറ്റിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലാത്ത ആൾക്കാരായിരിക്കും. പിന്നെ ബിഗർ ഓർഗനൈസേഷനായിട്ടുള്ള കോമ്പറ്റീഷനൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്താണെന്ന് അറിയോ, മണിക്കൂറുകളോളമുള്ള ജോലി എന്നുള്ളത് അതൊരു അൺഹെൽത്തി ലൈഫാണ് ലീഡ് ചെയ്യുക. But the real reason why Orwell does not want to be in the book trade is that while he was working in it, he lost his love of books. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഇതിന് താല്പര്യമില്ലാത്തത് വെച്ചാൽ അദ്ദേഹം ഈ ഒരു ബുക്ക് സെല്ലറായിട്ട് അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിന് പുസ്തകത്തിനോടുള്ള ഇഷ്ടമില്ലാതെ. One has to tell lies and be constantly dusting and hauling them to and fro. അപ്പോൾ ഒരാൾക്ക് എന്താണ് കള്ളം പറയേണ്ടി വരും, അതിങ്ങനെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ചെയ്യേണ്ട അവസ്ഥ വരും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന അത് കാണാൻ അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വൺസ് ഹി യൂസ് ടു ബൈ എ ലോട്ട് ഓഫ് ബുക്സ് അറ്റ് ദ ഓപ്ഷൻ. ഇങ്ങനെ ലേലത്തിലൊക്കെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ അദ്ദേഹം വാങ്ങിക്കുന്നു. ബട്ട് ആസ് സൂൺ ആസ് ഹി വെൻറ്റ് ടു വർക്ക് ഇൻ എ ബുക്ക് ഷോപ്പ് ഹി സ്റ്റോപ്പ് ടു ബൈയിങ് ബുക്സ്. അപ്പോൾ എന്നാണോ ബുക്ക് ഷോപ്പിൽ ജോലി ചെയ്യാൻ തുടങ്ങി അതോടെ അദ്ദേഹം പുസ്തകം വാങ്ങൽ നിർത്തി. വെൻ സീൻ ദ in thousands of time there was a boring and even sickening. അപ്പോൾ ആയിരക്കണക്കിന് പുസ്തകങ്ങൾ എന്നും കാണുമ്പോൾ അതൊരു മടുപ്പായിരുന്നു. Nowadays he rarely buys a book and that too when cannot borrow it. അപ്പോൾ അദ്ദേഹം പുസ്തകങ്ങൾ വാങ്ങിക്കുന്നത് നിർത്തി, കാരണം അത് കടമായിട്ട് കിട്ടില്ല എന്നുള്ളതിലാണ് അദ്ദേഹം ബൈ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. What kind of people do visit the bookshop? Charming old gentlemen, first edition snobs, oriental students and bad-minded women are the commonest found in the bookshops. അപ്പം ബുക്ക് ഷോപ്പിൽ വരുന്ന വിസിറ്റേഴ്സ് ആരൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നതെന്ന് ചോദിക്കുന്നത്. ചാമിങ് ഓൾഡ് ജെൻറ്റിൽമാൻ പറയുന്നുണ്ട്, ഫസ്റ്റ് എഡിഷൻ സ്നോബ്സ്, ഓറിയൻ്റൽ സ്റ്റുഡൻസ്, ബാക്ക് മൈൻഡഡ് വിമൻ. ഇത്രയും പേരാണ് കോമൺ ആയിട്ട് ബുക്ക് ഷോപ്പ് വിസിറ്റ് ചെയ്യാറ്. വൈ ഡസ് ഓർവെൽ കാൾ certain people pests? There are some peoples who were present in irritating. Such people are of two types. One type is decayed person smelling of old bread rust who comes every day, sometimes several times a day, and tries to sell worthless books. The other is a person who orders large quantities of books for which he has not smallest intention of paying. ഇങ്ങനെ ചില വിസിറ്റേഴ്സിനെ അദ്ദേഹം കീടങ്ങളായിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളത് എങ്ങനത്തെയാണ്? അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവരെ പ്രസൻസ് ഇറിറ്റേറ്റിംഗ് ആണ്. അങ്ങനെയുള്ള 2 കൂട്ടരാണുള്ളത്. ഒന്ന് എന്താ പറയുക, ഇങ്ങനെ ഓൾഡ് ബ്രെഡ് ക്രസ്റ്റിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ ഉള്ള എന്നും വരുന്ന ഇങ്ങനെ എന്താ പറയുക വർത്ത്ലെസ് ആയിട്ടുള്ള ഒരു ഉപയോഗവും ഇല്ലാത്ത പുസ്തകങ്ങൾ വിൽക്കാനായിട്ട് ശ്രമിക്കുന്നവർ. പിന്നെ ഉള്ളതൊന്ന്
ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുക, പക്ഷേ എന്താ പൈസയൊന്നും തരാതിരിക്കുക, അങ്ങനെയുള്ള ആളുകൾ. വാട്ട് അക്കോർഡിംഗ് ടു ഓർവെൽ ഇസ് സ്പെഷ്യൽ അബൌട്ട് ബുക്ക് ഷോപ്സ്? എനി സർട്ടിഫയബിൾ ലുണാറ്റിക്സ് ക്യാൻ എൻ്റർ ദ ബുക്ക് ഷോപ്പ് ആൻഡ് സ്റ്റേ ദർ ഫോർ എ ടൈം വിതൗട്ട് സ്പെൻഡിങ് എനി മണി. അപ്പം എത്ര ഒരു എന്താ പറയുക, ഇനിയിപ്പോൾ ഒരു ഭ്രാന്തനായിട്ടുള്ള ആളാണെങ്കിലും അയാൾക്ക് ബുക്ക് ഷോപ്പിൽ വരാം, കുറച്ച് സമയം ഇരിക്കാം, പൈസ ഒന്നും ചിലവാക്കാതെ. വാട്ട് were the other items sold in the bookshop? Second-hand typewriters, used stamps were sold. Orwell feels that the stamp collectors are fish like breed. Horoscopes were also sold, even if predictions were wrong. അപ്പോൾ എങ്ങനത്തെ ആളുകളൊക്കെയാണ് ഇങ്ങനെ ഓരോന്ന് വിൽക്കാനായിട്ട് അവിടെ എങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് പിന്നെ വേറെ അവിടെ വിൽക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് സെക്കൻഡ് ഹാൻഡ് ടൈപ്പ് റൈറ്റർ, പിന്നെ സ്റ്റാമ്പ്സ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്റ്റാമ്പ് കളക്ടേഴ്സിനെ കുറിച്ച് തോന്നുന്നത് ഫിഷ് ലൈക്ക് ബ്രീഡാണ്, എന്താ പറയുക. പിന്നെ ഹോറോസ്കോപ്സും അങ്ങനെ പെട്ടെന്ന് വിൽക്കപ്പെടും. അത് നമ്മളിങ്ങനെ എന്താ പ്രഡിക്റ്റ് ചെയ്യണമൊക്കെ തെറ്റാണെങ്കിൽ പോലും അത് വിൽക്കപ്പെടും. ഇനി വാട്ട് ആർ ദ types of books borrowed from the lending library? Orwell worked in a bookshop. There was a part of function a lending library. Books were lent without collecting a deposit. Most of the books were worth 2 shillings. Some books thieves would borrow books and sell them at another library lending library for 1 shilling. ഈ ലെൻഡിങ് ലൈബ്രറിയിൽ എങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, അദ്ദേഹം ഓർവെൽ ഒരു ബുക്ക് ഷോപ്പിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, അവിടെ ഒരു ലെൻഡിങ് ലൈബ്രറി വർക്ക് ചെയ്തിരുന്നു. ഇങ്ങനെ കൊണ്ടുപോവാം, എന്നിട്ട് വായിച്ച് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടു കൊടുക്കുക. അപ്പോൾ അതിന് ഇങ്ങനെ ഡെപ്പോസിറ്റ് ഒന്നും വേണ്ട. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ ഇങ്ങനെ 2 ഷില്ലിങ്ങിൻ്റെ പുസ്തകങ്ങളായിരിക്കും ഇതൊക്കെ. ഇത് ഇങ്ങനെ പുസ്തകം കാക്കുന്നവരെന്ത് ചെയ്യുമെന്നറിയോ, ഈ പുസ്തകങ്ങൾ എടുത്തിട്ട് വേറെ ലൈബ്രറിയിൽ കൊണ്ടുപോയിട്ട് അത് 1 ഷില്ലിങ്ങിന് വിൽക്കും. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. താങ്ക് യു.